Hello, guys. Welcome back to my YouTube channel, Josh Talks. So, what if I told you the biggest problem in life isn't death but uncertainty? I'm saying death is not the biggest problem in our life. I'm saying uncertainty is the biggest problem in our life. Think about it. People live in the fear of unknown. Will I live long? Will I outlive my savings? Will I become a burden to my family? People are living with this kind of thoughts. It's a truth, it's a fact. സോ വി ആർ ലിവിങ് ഇൻ ദറ്റ് അൺസർട്ടനിറ്റി. ഈവൻ നമുക്ക് ഇന്നൊരു ജോലി കിട്ടുന്നു, നമ്മൾ ഇപ്പം തൊട്ട് എന്താ ചെയ്യുന്നത്? ഓ, വി ഹാവ് ടു പ്ലാൻ സംതിങ് ഫോർ ദ റിട്ടയർമെന്റ്. നമുക്ക് കുറച്ച് ക്യാഷ് ഇപ്പോഴേ കുറച്ച് മ്യൂച്വൽ ഫണ്ടിൽ ഇടാം, എന്നിട്ട് നമുക്ക് ഒരു ചെറിയൊരു എമൗണ്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിലായിട്ട് നമുക്ക് എന്താ റിട്ടയർമെന്റ് ലൈഫ് നമുക്ക് ഇപ്പോഴേ പ്ലാൻ ഇടണം. കാരണം ഞാൻ എത്ര വയസ്സ് വരെ ജീവിക്കുമെന്ന് എനിക്കറിയത്തില്ല. സോ വി ഹാവ് ടു പ്ലാൻ. ഭയങ്കര അൺസർട്ടൻ ആയിട്ട് നമ്മൾ എപ്പോഴാണ് മരിക്കുന്നത് നമുക്ക് അറിയില്ലാത്തത് കൊണ്ട് നമുക്ക് എത്ര രൂപ നമുക്ക് ഇപ്പൊ സേവ് ചെയ്താൽ നമ്മൾ മരിക്കുന്നത് വരെ ജീവിക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. അതായത് നമ്മുടെ മരണം എപ്പോഴാണ് എന്ന് നമുക്ക് അറിയില്ലാത്തതാണ് നമ്മുടെ അൺസർട്ടനിറ്റിയുടെ പ്രധാനപ്പെട്ട കാരണം. ഇപ്പൊ നമ്മളിപ്പോ 35 വയസ്സിൽ മരിക്കുമെന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു യൂണിവേഴ്സൽ ഫാക്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കുറച്ചുകൂടെ അടിച്ചുപൊളിച്ച് ജീവിക്കുക ഇപ്പോഴേ, റൈറ്റ്? സോ മൈ സൊല്യൂഷൻ to resolve this uncertainty is to make a universal rule. ഒരു യൂണിവേഴ്സൽ ആയിട്ട് ഒരു റൂൾ ഉണ്ടാക്കുന്നതാണ് എൻ്റെ പ്രപ്പോസൽ ടു സോൾവ് ദിസ് അൺസർട്ടനിറ്റി. ആ റൂള് കേൾക്കുമ്പോൾ നിങ്ങൾ ചുമ്മാ ഞെട്ടരുത്, എന്നെ ചുമ്മാ തെറി പറയരുത്. സോ കാര്യങ്ങൾ പരിപൂർണമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമുക്ക് ആ വക കാര്യങ്ങളിലേക്കൊക്കെ പോവാം. സോ എൻ്റെ യൂണിവേഴ്സൽ പ്രപ്പോസൽ എന്ന് പറയുന്നത് ഇതാണ്: എവ്രി വൺസ് ലൈഫ് എൻഡ് പീസ്ഫുള്ളി ഓൺ ദെയർ 75th ബർത്ത്ഡേ. Did you understand what I meant? I repeat, everyone's life ends peacefully at the 75th birthday. സിമ്പിൾ ആണ്, മലയാളത്തിലും കൂടെ പറയാം. എല്ലാവരുടെയും ലൈഫ് 75-ാം വയസ്സിൽ സമാധാനപൂർണ്ണമായി അവസാനിപ്പിക്കുന്നു. ഇറ്റ്സ് ലൈക്ക് എ ദയാവധം എന്നൊക്കെ ഉള്ള പോലെ നമ്മൾ 75-ാം വയസ്സിൽ നമ്മൾ ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഗവൺമെന്റിന്റെ ആൾക്കാർ നമ്മളെ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു. നമ്മളെ കൊല്ലുന്നു എന്ന് ഞാൻ പച്ചയ്ക്ക് പറയുന്നില്ല, ബട്ട് നമ്മളെ പീസ്ഫുള്ളി ആയിട്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുന്നു 75-ാം വയസ്സിൽ. ഇത് ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞെട്ടലുണ്ടാവും. പക്ഷെ എല്ലാവരുടെയും ജീവിതം 75-ാം വയസ്സിൽ അവസാനിക്കാൻ പോവുകയാണ്. എല്ലാവരുടെയും, അത് യൂണിവേഴ്സൽ റൂളാണിത്. സോ എല്ലാവരുടെ ജീവിതം 75-ാം വയസ്സിൽ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഇത്രയധികം ടെൻഷൻ ഉണ്ടാകുമോ? ഓഫ്, ഞാൻ നാളെ മരിക്കാൻ പോവാണ് എന്നൊരു ടെൻഷൻ ഉണ്ടാവില്ല. എല്ലാവരുടെ ജീവിതം 75-ാം വയസ്സിൽ അവസാനിക്കാൻ പോവാണ്. ദാറ്റ്സ് ഇറ്റ്. ദർ ഇസ് അപ്പൊ എന്താണ്? നോ എക്സെപ്ഷൻസ് ടു എനിബഡി. കാശുള്ളവരുടെ ജീവിതം 75-ാം വയസ്സിൽ അവസാനിക്കും, കാശില്ലാത്തവരുടെ ജീവിതം അവസാനിപ്പിക്കും. രോഗമുള്ളവരുടെ ജീവിതം 75-ാം വയസ്സിൽ അവസാനിക്കുന്നു, രോഗമില്ലാത്തവരുടെ ജീവിതം 75-ാം വയസ്സിൽ അവസാനിപ്പിക്കുന്നു. സോ ദർ ഇസ് നോ അൺപ്രഡിക്റ്റബിലിറ്റി. എവരിതിങ് ഇസ് പ്രഡിക്റ്റഡ്. സോ എല്ലാ മനുഷ്യരും 75-ാമത്തെ വയസ്സ് വരെ ജീവിക്കുന്നുള്ളൂ എന്നുള്ളത് വളരെ സ്പെസിഫിക് ആയിട്ട് സേർട്ടൺ ആയിട്ട് ഒരു അൺസർട്ടനിറ്റി ഇല്ലാതെ നമ്മൾ പറയുകയാണ് 75-ാം വയസ്സ് വരെ മാത്രമേ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ജീവിക്കുകയുള്ളൂ എന്നൊരു യൂണിവേഴ്സൽ റൂൾ ആണ് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നത്. സോ ദാറ്റ് അപ്പൊ എന്താണ്? ഇറ്റ്സ് എ പെർഫെക്റ്റ്ലി പ്ലാൻഡ് ലൈഫ് ആണ് നമ്മുടെ വരുന്നത്. നമ്മൾ 60-ാം വയസ്സ് വരെ, 50-ാം വയസ്സ് വരെ, 40-ാം വയസ്സ് വരെ, എത്രാം വയസ്സ് വരെ ജോലി ചെയ്യുന്നു. 75 വയസ്സ് വരെ നമ്മൾ സ്വാഭാവികമായിട്ട്, അത് മാക്സിമം അറ്റ്ലീസ്റ്റ് എന്ത് വേണേലും ആകാം. അപ്പൊ നാളെ വേണേലും മരിച്ചു പോകാം, അല്ലെങ്കിൽ 10-ാം വയസ്സിലോ, 5-ാം വയസ്സിലോ, 2-ാം വയസ്സിലോ, 15-ാം വയസ്സിലോ, 25-ാം വയസ്സിലൊക്കെ മരിച്ചു പോകാം. അതൊക്കെയാണ്. അറ്റ്മോസ്റ്റ് ഒരു മനുഷ്യൻ ജീവിക്കുന്നത് 75 വയസ്സ് വരെയാണ് എന്നുള്ളത് യൂണിവേഴ്സൽ റൂള് കൊണ്ട് നമ്മൾ പ്രപ്പോസ് ചെയ്ത് നമ്മളെല്ലാവരും 75-ാം ബർത്ത്ഡേക്ക് കൊല്ലുന്ന, അല്ലെങ്കിൽ അവരെ പീസ്ഫുൾ ആയിട്ട് അവരെ മരിപ്പിക്കുന്ന ഒരു പ്ലാനാണ് ഞാനിവിടെ പ്രപ്പോസ് ചെയ്യുന്നത്. എല്ലാവരും 75-ാം വയസ്സിൽ മരിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ റിട്ടയർമെന്റിന് വേണ്ടി എത്ര പൈസ മാറ്റി വെക്കണം എന്ന് ഇപ്പോഴും അറിയത്തില്ല. ചുമ്മാ ആൾക്കാർ കോടിക്കണക്കിന് രൂപ റിട്ടയർമെന്റിന് വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു ഇഷ്യൂ 75-ാം വയസ്സിൽ എല്ലാവരും മരിക്കുമെന്നുണ്ടെങ്കിൽ ആ ഇഷ്യൂ അവിടെ തന്നെ മാറി. പിന്നെ എന്താണ്? ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്ക്, ആശുപത്രികളിലേക്ക് ഏറ്റവും അധികം ആൾക്കാർ പോകുന്ന എത്രാം വയസ്സിന് ശേഷമാണ്? ഈ 75 വയസ്സിനും 80-90 വയസ്സുകളിലൊക്കെയാണ് ഏറ്റവും അധികം ആൾക്കാർ ഹോസ്പിറ്റൽ ചെലവുകൾക്ക് വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ദേ ആർ റിയലി സ്ട്രഗ്ലിങ്.
അവർക്ക് സ്വന്തമായിട്ടൊന്ന് എഴുന്നേറ്റിരിക്കാനോ സ്വന്തമായിട്ടൊന്ന് കുളിക്കാനോ ഒരു പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറാൻ പറ്റാതെ 75 വയസ്സ് കഴിഞ്ഞ് ഒരുപാട് ആൾക്കാരുണ്ട്. അവർ മരിച്ചു ജീവിക്കുന്നു. അത് ജീവിച്ച് മരിക്കുന്നു, മരിച്ചു ജീവിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. സോ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ്, ഒരുപാട് പ്രോബ്ലംസ് ആണ് 75 വയസ്സിന് ശേഷം ഇവർ അനുഭവിക്കുന്നത്. ഇവരുടെ കുട്ടികൾ ഇവരെ നോക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടികളുടെ കരിയർ ഇതുവഴി പോകുന്നു. ഞാൻ വളരെ ജനറലൈസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഇതൊന്നും എന്റെ വീട്ടിൽ നടക്കുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിൽ നടക്കുന്നതോ കാര്യങ്ങളും അല്ല, എന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ല ഞാൻ ഈ പറയുന്നത്. വളരെ ജനറലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. 75 വയസ്സിന് ശേഷം അവിടുത്തെ ആൾക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപാട് നമ്മൾ കാണുന്നതാണ്. ഒന്ന് തുറന്നൊന്ന് പുറം ലോകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്തേറെ ആൾക്കാർ 75 വയസ്സിന് ശേഷം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ആൾക്കാർ എന്താണ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി 70 വയസ്സാകുമ്പോഴത്തേനും വീട് പണിയുന്നു, അവരുടെ ഉള്ള കാശ് മുഴുവനായിട്ട് വീട് പണിയുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ഒരു കാര്യമില്ലാതെ നിൽക്കുകയാണ്. അതേപോലെ തന്നെ 75 80 വയസ്സായവർക്കൊക്കെ they know they will die at any moment. അങ്ങനെ അത്ര ഒരു അൺസർട്ടനിറ്റി, ജീവിതത്തിന്റെ ഒരുപാട് പ്രതീക്ഷകളും കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട്. So the worst thing is like, we don't know when or how we will die. സോ നമുക്ക് റിട്ടയർമെന്റ് പ്ലാനിങ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോഴാണ് നമ്മുടെ ഈ സൊല്യൂഷൻ, ഞാൻ ഈ പറഞ്ഞ 75 വയസ്സിൽ എല്ലാവരെയും കില്ല് ചെയ്യുന്ന ആ സൊല്യൂഷന്റെ പ്രാധാന്യം അവിടെ വർദ്ധിക്കുന്നത്. Instead of letting people suffer through a lot of issues in the old age, we create a structured, predictable system. നമ്മുടെ ഈ സിസ്റ്റം എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സിസ്റ്റമാണ്. The predictability is one of the key to have a satisfactory life. At the age of 75, every individual is given peaceful, dignified exit. ഒരു ഡിഗ്നിഫൈഡ് അന്തസ്സുള്ള എക്സിറ്റ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള എക്സിറ്റ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. നോ സഫറിങ്, നോ ഹോസ്പിറ്റൽ ബെഡ്സ്, നോ ഡിക്ലൈൻ, ആൻഡ് there is the full equality comes into play. If the people who has rich, even Ambani is dying at the age of 75, even a beggar who don't have any money is dying at the age of 75. Every humans are dying at the age of 75. With this certainty, people can live their life fully, knowing exactly when their journey ends. What is happening? The people are living peacefully. They know exactly they are going to die at 75. They are living at most at the age of up to the age of 75. So there is a lot of certainties there. There is no uncertainty. They can plan everything. I'm only living up to 75 years old, so these are the things I had to finish up to that time. That much of ഒരു certainty ഉണ്ടാകുമ്പോൾ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കും, നിങ്ങൾ 75 ഇയറിൽ എന്താണെങ്കിലും മരിക്കും. സോ വാട്ട് were your dreams? You can imagine in that way. ഇനി ഞാൻ എൻ്റെ കുറച്ചും കൂടെ റീസൺസ് പറഞ്ഞുതരാം ഈ പ്രപ്പോസലിന്. ഞാൻ ഒരുപാട് റീസൺസ് ഇപ്പം പറഞ്ഞു, കുറച്ചുകൂടെ പറഞ്ഞുതരാം. പീപ്പിൾ വിൽ ലീവ് വിത്ത് മോർ പർപ്പസ്, നോ വേസ്റ്റഡ് ഇയേഴ്സ്, നോ റിഗ്രറ്റ്സ്. നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഭാവിയിൽ ജീവിച്ചിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് ചിന്തകൾ നമുക്കുണ്ട്. പക്ഷെ ഈ ഒരു പ്രപ്പോസൽ വെച്ചിട്ടാണെങ്കിൽ നോ റിഗ്രറ്റ്സ് ഇല്ല, നമുക്ക് കറക്റ്റായിട്ട് ജീവിച്ചു പോകാം. പിന്നെ നോ ഫിയർ ഓഫ് അൺനോൺ. ഇപ്പൊ നമുക്ക് നാളെ ഞാൻ മരിച്ചു പോകുമോ, നാളത്തെ കഴിഞ്ഞ് മരിച്ചു പോകുമോ എന്നുള്ളതല്ല, നാളെ ഞാൻ മരിച്ചു പോകില്ലല്ലോ എന്നൊക്കെ ജീവിക്കുന്നവരുണ്ട്. സോ അവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കുറെ പേർക്ക് ഞാൻ ഈ പറയുന്നത് ഒന്നും മനസ്സിലാകാൻ ഒരു സാധ്യതയില്ല. ബട്ട് കൃത്യമായിട്ട് ഒന്നും കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ നോ സ്ട്രെസ് അബൌട്ട് റിട്ടയർമെന്റ് ഓർ ഓൾഡ് ഏജ് കെയർ. ഓൾഡ് ഏജ് ഹോംസിലൊക്കെ ചുമ്മാ ആൾക്കാർ ഒരുപാട് സ്ട്രെസ് അടിച്ച് മരിച്ച് ജീവിക്കുന്നതായിട്ട് നമുക്കറിയാം. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. there is no stress about retirement ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പുഷ്പമായിരിക്കും. 75 വയസ്സിൽ എല്ലാവരും മരിക്കുമെന്ന് നമ്മൾ ഒരു യൂണിവേഴ്സൽ റൂള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിട്ടയർമെന്റ് ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ പീസ്ഫുൾ ആയിരിക്കും. ബിക്കോസ് whatever it is, we are going to die at the age of 75. So familiesന്റെ കാര്യം പറയുകയാണെങ്കിൽ, families will never have to worry about watching their loved ones suffer through slow decline. നമ്മുടെ ഫാമിലീസ്, നമുക്കിപ്പോൾ എത്രയോ ആൾക്കാർ സഫർ ചെയ്യുന്നുണ്ട്. ഈ പ്രായമായിട്ടുള്ള മാതാപിതാക്കൾക്ക് ഒരുപാട് രോഗം വരുന്നു, അവരൊരുപാട് വേദന അനുഭവിക്കുന്നത് കാണേണ്ട അവസ്ഥ വരുന്നു. സോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫാമിലീസ് ഇപ്പം പ്രസന്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയി നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാം 75, 80, 90 വയസ്സുള്ളവരൊക്കെ കുറേ നാളായിട്ട് ആശുപത്രിയിൽ തന്നെ അവർ ജീവിക്കുകയാണ്. അവരുടെ ഫാമിലീസ് അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ്.
Society will save billions on elderly വയസ്സായവരുടെ കെയറിന് വേണ്ടിയിട്ട് നമ്മുടെ സൊസൈറ്റി ബില്യൺസ് ഓഫ് റുപ്പീസ് ആണ് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അലവിങ് റിസർച്ച് ടു സ്പെൻഡ് ഓൺ ദ യൂത്ത് ആൻഡ് പ്രൊഡക്റ്റ്. അതായത് ഈ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കപ്പെടേണ്ട യൂത്ത് വരെ ഈ ഇവർക്ക് വേണ്ടിയിട്ട്, ഈ 80-90 വയസ്സായവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് അവരുടെ എനർജിക്കൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു, അവരുടെ മണി സ്പെൻഡ് ചെയ്യുന്നു, അവരുടെ ഒരുപാട് റിസോഴ്സസ്, നമ്മുടെ ഇന്ത്യയുടെ ഒരുപാട് റിസോഴ്സസ് അതിന് വേണ്ടിയിട്ട് സ്പെൻഡഡ് ആയി പോകുന്നു. സോ ആൻഡ് ഓൾസോ വൺ മോർ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രപ്പോസലിന്റെ ഒരു നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈക്വാലിറ്റിയാണ്. എവരി വൺ ഫോളോസ് ദ സെയിം റൂൾ. അപ്പം എല്ലാവർക്കും ഈ 70-ാം വയസ്സിൽ പണക്കാരനാകണമെന്നോ ഒരുപാട് അഴിമതി നടത്തി കാശുണ്ടാക്കണമെന്നോ ഒന്നും ഉണ്ടാവില്ല. നോ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഫോർ ദ റിച്ച്, നോ സഫറിങ് ഫോർ ദ പുവർ. നോ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഫോർ ദ റിച്ച്. ട്രീറ്റ്മെന്റ് മീൻസ് സ്പെഷ്യൽ ആയിട്ട് നമ്മളൊന്നും അവരെ ട്രീറ്റ് ചെയ്യുന്നില്ല. 75-ാം വയസ്സിൽ അവരും മരിക്കും. നോ സഫറിങ് ഫോർ ദ പുവർ. പുവേഴ്സ് 75-ാം വയസ്സിൽ മരിക്കും. ഇപ്പൊ തന്നെ ആലോചിച്ച് നോക്കുക, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അഴിമതികളൊക്കെ കൂടുതലും ചെയ്യുന്നത് പൊളിറ്റീഷ്യൻസ് ആണ്. ഈ പൊളിറ്റീഷ്യൻസ് എല്ലാം 75-80 വയസ്സായവരൊക്കെ ചുമ്മാ എന്തിനോ വേണ്ടിയിട്ട് അവരൊന്നും ഒരു കാലത്ത് മരിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ അഴിമതി നടത്തി ഇവർ കാശ് ഇങ്ങനെ കുമിഞ്ഞു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ വക പരിപാടികളെല്ലാം 75-ാം വയസ്സിൽ മരിക്കും എന്നുണ്ടെങ്കിൽ ഈ വക പൊളിറ്റീഷ്യൻസിന്റെ അഴിമതികളും നമ്മുടെ രാജ്യത്തെ കറപ്ഷനും കാര്യങ്ങളെല്ലാം വളരെ ഹൈ ആയിട്ട് കുറയും. ഇതൊക്കെ ഈ പ്ലാനിന്റെ പോസിറ്റീവ് സൈഡ്സ് ആണ് കേട്ടോ. ഇനി ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഭയങ്കരമായിട്ട് കൂടും. നോ നീഡ് ടു സേവ് ഫോർ അൺസർട്ടൻ ഫ്യൂച്ചർ. പീപ്പിൾ ക്യാൻ പ്ലാൻ പെർഫെക്റ്റ്ലി. നമ്മൾ അൺസർട്ടൻ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയത്തില്ല എന്നാണ് നമ്മൾ മരിക്കാൻ പോകുന്നത്. പക്ഷെ എന്നാലും നമ്മൾ ഇങ്ങനെ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 80-ാം വയസ്സിൽ മരിച്ചില്ലെങ്കിലും, പക്ഷെ ഞാൻ 90-ാം വയസ്സിൽ മരിക്കുന്നെങ്കിൽ അപ്പം എനിക്ക് എത്ര കാശ് ഞാൻ റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടി സേവ് ചെയ്ത് വെച്ചാലും എനിക്ക് മതിയാവില്ല. ഞാൻ എത്ര കാശ് ഞാൻ സേവ് ചെയ്ത്, ഞാൻ 10 കോടി രൂപ സേവ് ചെയ്ത് വെച്ചാലും ഞാൻ ഈ പറയുന്ന 70-ാം വയസ്സിൽ, 80-ാം വയസ്സിൽ, 90-ാം വയസ്സിൽ, 100-ാം വയസ്സിൽ, 110-ാം വയസ്സിലാണ് മരിക്കുന്നത് എനിക്കറിയില്ലല്ലോ. സോ ദർ ഇസ് അൺസർട്ടനിറ്റി ഉണ്ട്. അപ്പം ദർ ഇസ് നോ പെർഫെക്റ്റ് financial planning is possible because we don't know when we are going to die. But if you know that you are going to die at the age of 75, then the financial stability and the financial planning will be perfect. That's a very important point. പിന്നെ eliminate suffering. No more prolonged illness, nursing homes or struggling with lot of struggling ആണ് നമ്മുടെ ഏജ് ആയിട്ടുള്ളത്. അതെല്ലാം മാറി കിട്ടും. ഒരു സ്ട്രഗ്ലിംഗ് ഇല്ല. നമ്മൾ നേരെ മരിച്ചു പോകല്ലേ. there is no struggling. FIR system ആണ്. everyone is treated equally with peaceful exist at the right time. There is more efficient society നമുക്ക് കിട്ടും because resources go towards the young innovations and progress, not just maintaining life support for the aging. ഇത് നമ്മൾ കേൾക്കുമ്പോൾ ഞാൻ എന്തൊരു ക്രൂരനാണ്, ഞാൻ എന്തൊരു എന്താ കണ്ണിച്ചോറില്ലാത്ത മനുഷ്യനാണ്, എന്തൊരു പ്രപ്പോസലാണ് നിങ്ങൾ തരുന്നത്, നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ, നിങ്ങൾക്കൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരില്ല, നിങ്ങളുടെയൊക്കെ വീട്ടിലെ ആൾക്കാരില്ല, നിങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് പറഞ്ഞു തീർക്കുന്നൊക്കെ പറഞ്ഞ് കുറെ പേര് എന്റെ മെക്കിട്ട് കയറാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ പ്രപ്പോസലിനോട് അതിരൂക്ഷമായ വിമർശനം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഈ പറയുന്ന പ്രപ്പോസൽ നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക. ഇത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഇത് പെർഫെക്റ്റ് റിട്ടയർമെന്റ് പ്ലാനിങ് ആണ് നമുക്ക് കിട്ടുന്നത്. എലിമിനേറ്റ് സഫറിങ്. നമ്മൾ പ്രായമായതിനു ശേഷം നടുവേദന തന്നെയാണെങ്കിൽ നമുക്ക് എനിക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റില്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല, അറ്റാക്ക് വരുന്നു, അറ്റാക്കിന് ചികിത്സ നടത്തുന്നു, അത് നടത്തുന്നു, ഇത് നടത്തുന്നു. നമ്മൾ 75 വയസ്സ് കഴിഞ്ഞവർക്ക് എത്ര പേര് മാന്യമര്യാദയ്ക്ക് ജീവിക്കുന്നു? ഒരുപാട് പേര് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നങ്ങളൊന്നും ആരും അനുഭവിക്കുന്നില്ല. എല്ലാവരും 75 വയസ്സിൽ മരിച്ചു പോകുന്നു. There is no rich people, there is no poor people, everyone is dying on the same date. That is on their 75th birthday. And many people are, as I say, it is unethical എന്ന് കുറെ പേര് പറയുന്നുണ്ടായിരിക്കും. We let people to suffer years in hospital. നമ്മളപ്പോൾ ആലോചിക്കുന്ന അൺഎത്തിക്കൽ എന്ന് പറയുന്നവരോടാണ് എനിക്കൊന്ന് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്. ഇത് നിങ്ങൾക്കപ്പം 75 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ കൂടുതൽ സഫർ ചെയ്തത് കണ്ടുകൊണ്ടിരിക്കണോ? അതുപോലെ തന്നെ അൺഎത്തിക്കൽ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാൻ സാധ്യതയുണ്ട്. People should have the right to live as long as possible. People have the right ഉണ്ടെന്ന് പറയുന്നുണ്ട്. ബട്ട് നമ്മൾ ആ ഒരു റൈറ്റ് ഉണ്ട് എന്നാൽ നമ്മളൊരു ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് അവർക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സിസ്റ്റത്തിന് പറ്റുന്നുണ്ടോ? ഒരിക്കലും പറ്റാൻ പോകുന്നില്ല. ആൻഡ് ഓൾസോ മെനി പീപ്പിൾ മേ ബി ആസ്കിങ് ലൈക്ക് വാട്ട് ഇഫ് സമ്മൺ ഈസ് സ്റ്റിൽ ഹെൽത്തി ആൻഡ് പ്രൊഡക്റ്റീവ് അറ്റ് ദ ഏജ് ഓഫ് 75? എനിക്ക് 75 വയസ്സായി, പക്ഷേ എനിക്ക് ഒരു പ്രശ്നവും, ഒരു ഹെൽത്തിന് ഒരു പ്രശ്നമില്ലാത്ത ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. സോ അവരെയും കൂടെ കൊല്ലണം എന്നാണോ നിങ്ങൾ പറയുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദാറ്റ്. ഇറ്റ് ഈസ് അബൌട്ട് ഫെയർനെസ് ആൻഡ് എലിമിനേറ്റിംഗ് അൺസർട്ടനിറ്റി. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരാൾ ഫുൾ ഹെൽത്തിയാണ്, അതുകൊണ്ട് അവനെ ജീവിക്കാൻ സമ്മതിക്കാൻ പാടില്ല. ദിസ് ഈസ് അബൌട്ട് ഈക്വാലിറ്റി. ദിസ് ഈസ് അബൌട്ട് എലിമിനേറ്റിംഗ് അൺസർട്ടനിറ്റി. If we make exceptions, we bring back the unpredictability we are trying to remove.
നമ്മൾ ഏതെങ്കിലും ഒരു എക്സെപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ വി ആർ ബ്രിങ്ങിങ് ബാക്ക് ദാറ്റ് അൺസർട്ടനിറ്റിയിലേക്ക് എത്തും. നമ്മൾ ആ അൺസർട്ടനിറ്റിയാണ് നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്രപ്പോസലോട് ഉദ്ദേശിക്കുന്നത്. സോ ഈവൻ ഇഫ് someone is healthy at the age of 75, they should be also killed based on this rule. So now we can conclude our video in this sentences like this proposal isn't about death, it's about control over life. By eliminating uncertainty, we allow people to truly live without fear, without hesitation. No more wondering when the end will come, no more dragging out suffering. Just a life well lived up to the very last perfectly planned day. A perfectly planned life without any uncertainty. That is the goal, or that is the result that I am expecting, or I am aiming to achieve with this, my proposal. So think about it. Would you accept a world without uncertainty? Would you like to? What is your thoughts about it? No uncertainty with this proposal. There is no uncertainty. People, think about it. Everybody know that I am going to die at 75 years. So വീട് മേടിക്കണ്ട, റിട്ടയർമെന്റ് ലൈഫ് പ്ലാൻ ഇടണ്ട, പിള്ളേരുടെ കാര്യമൊക്കെ 75 വയസ്സ് വരെ നോക്കിയാൽ മതി. ഏതായാലും ഞാൻ 75 വയസ്സ് വരെ ഉള്ളൂ, അത് കഴിഞ്ഞ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞ് പീസ്ഫുൾ ആയിട്ട് ജീവിക്കാം. സോ നമ്മൾ ഒരുപാട് ഇമോഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കാതെ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പുരോഗമനപരമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എല്ലാ ജനങ്ങളും എടുക്കണം. ഈ പ്രപ്പോസലിനെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കണം, അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യണം. ഇതിനകത്ത് ഇനിയും എന്തെങ്കിലും ഡൗട്ടോ അൺസർട്ടനിറ്റിയോ ക്ലാരിഫിക്കേഷൻസോ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമന്റ് ചെയ്യാം, ലൈക്ക് അടിക്കാം, ഷെയർ ചെയ്യാം, എന്തൊക്കെ വേണമെങ്കിലും ചെയ്യാം. സോ ദിസ് ഈസ് വാട്ട് ഐ പ്രപ്പോസ് ടു ഹാവ് എ പീസ്ഫുൾ ലൈഫ്. സോ ജെൻസി കിഡ്സ് ഒക്കെ കുറച്ചുകൂടെ നന്നായിട്ട് തിങ്ക് ചെയ്ത് നോക്കുക. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്, ഹൗ പ്രെഡിക്റ്റബിൾ. സോ അങ്ങനെയാണെങ്കിൽ എല്ലാവരോടും നമുക്ക് പറയാം, എന്താണ് 75 വയസ്സ് വരെ ജീവിക്കുന്നുള്ളൂ, അത് അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് എവരിവൺ, ആൻഡ് ഐ ആം റിയലി വെയിറ്റിംഗ് ടു സീ യുവർ റെസ്പോൺസസ്. ആൻഡ് വൺ മോർ തിങ്, ഇനിയും ഞാൻ പറയാത്ത ഒരുപാട് അഡ്വാൻറ്റേജസ് ഈ പ്രെഡിക്റ്റബിൾ ലൈഫ് കൊണ്ടുണ്ട്. നിങ്ങൾ ഇനി ഇപ്പം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ പ്രപ്പോസൽ കേട്ടല്ലോ, ഇനി ഇതിനകത്ത് ഇനിയും എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഇനിയും ഈ പ്രപ്പോസലിനുള്ളത് എന്നൊക്കെ നിങ്ങൾ ഒന്നും കൂടി ഇങ്ങനെ സ്വന്തമായിട്ട് ഒരു മെഡിറ്റേഷൻ മോഡിൽ ഇങ്ങനെ ഇരുന്ന് കണ്ടുപിടിക്കുക. ഇനിയും എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഈ ഒരു പ്രപ്പോസൽ കൊണ്ട് ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്. ഇനി ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ? എല്ലാവരും മരിക്കണം, ഒരു യൂണിവേഴ്സൽ ലോ ആണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ? ഞാൻ നോക്കിയിട്ട് ഒരു ഡിസഡ്വാൻറ്റേജസും കാണുന്നില്ല. സോ നിങ്ങൾക്കും അതിനെക്കുറിച്ച് നോക്കാം. നിങ്ങൾ ഈ വീഡിയോ കേട്ട പാടെ തന്നെ നിങ്ങൾ ഇതിനെതിരെ ഒരു ഇവാലുവേറ്റ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ നന്നായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തൊന്ന് ധ്യാനിക്കുക ഈ ഒരു വിഷയത്തെ പറ്റി. എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ധ്യാനിച്ച് നോക്കുക. മീൻസ് ധ്യാനിച്ച് നോക്കുക, മെഡിറ്റേറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് തിങ്ക് ചെയ്യും ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെ നന്നായിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. കേട്ട പാടെ കേൾക്കാത്ത പാടെ ഇതിനെ എതിർക്കാനോ സപ്പോർട്ട് ചെയ്യാനോ നിൽക്കണ്ട. നന്നായിട്ട് ചിന്തിക്കുക, നന്നായിട്ട് ഇരുത്തി ഒന്ന് ചിന്തിക്കുക, എന്നിട്ട് നിങ്ങളുടെ റെസ്പോൺസസ് അറിയിക്കുക.